ഹലോ, ഞാൻ ആദർശ് വി മണി. ഞാനിവിടെ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുവട്ടൂരിലാണ് പഠിക്കുന്നത്. ഞാനൊരു കസിൻ വഴിയാണ് ഈ ക്യൂബിൽ ജോയിൻ ചെയ്തത്. നമ്മുടെ സാറുമാരൊക്കെ ആണെങ്കിലും മാക്സിമം സപ്പോർട്ടാണ്. ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണ്. നമുക്കൊരു കാണാപ്പാഠം പഠിക്കണം ആ ഒരു ഫീലേ ഇല്ല. മൊത്തം നമുക്ക് മനസ്സിലാക്കി പഠിപ്പിച്ചിട്ടാണ് അടുത്ത ടോപ്പിക്കിലേക്ക് പോവുള്ളൂ. 10ലൊക്കെ പഠിച്ചപേക്ഷിച്ച് കുറച്ചും കൂടെയും ടോപ്പിക്സൊക്കെ ക്ലിയറായി മാക്സിമം മനസ്സിലാക്കി തന്നെയാണ് സാറുമാരൊക്കെ പഠിപ്പിക്കണേ. അഥവാ ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ സാറുമാർ നമ്മുടെ പേഴ്സണലൈസ്ഡ് ആയിട്ട് ചോദിച്ച് ക്ലിയർ ആക്കിയിട്ടാണ് അടുത്ത ടോപ്പിലേക്ക് പോവുള്ളൂ. പിന്നെ ഒരു ഗെയിമിംഗ് സെക്ഷൻ പോലെയാണ്. നമ്മൾ ഒരു പസിൽ സോൾവ് ചെയ്യണ ഫീലാണ് ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് കഴിയുമ്പോൾ. കൂടുതലും കുട്ടികളുമായി ഇൻട്രാക്ട് ചെയ്താണ് സാറുമാർ മാക്സിമം ടോപ്പിക്സും എടുക്കാൻ നോക്കുക. പിന്നെ ഒരു ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു ഫീല് നമുക്ക് വരില്ല. ഒരു ഓഫ്ലൈൻ ബാച്ച് ആയിട്ടാണ് തോന്നുള്ളൂ. ഞാൻ ആദർശിൻ്റെ ചേച്ചിയാണ്. മൂത്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന പിന്നെ ആദർശിൻ്റെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണുള്ളത്. 10നേക്കാളും അപേക്ഷിച്ച് അവൻ 10 ട്യൂഷൻ പോയിട്ടുണ്ടെങ്കിലും ഇത്ര എഫക്റ്റായിട്ട് നമുക്ക് തോന്നിയിരുന്നില്ല. ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ അതേ എഫക്റ്റാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ക്ലാസ് മിസ്സ് ചെയ്താലും നമുക്ക് റെക്കോർഡ് ക്ലാസ് ഉള്ളതുകൊണ്ട് അത് നമുക്ക് കേട്ട് പിന്നീടാണ് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യിക്കാനായിട്ട് അവർ സമ്മതിക്കുള്ളൂ. അപ്പോൾ ക്ലാസ് മിസ്സ് ചെയ്യുന്നുള്ളൊരു പേടി നമുക്ക് ഉണ്ടാവില്ല. പിന്നെ എക്സാം ആണെങ്കിലും വീക്കിലി എക്സാം ഉണ്ട്, പിന്നെ ഓരോ മാസത്തിൽ അങ്ങനെയൊക്കെ എക്സാം വരുമ്പോഴത്തേക്കും അവർ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പഠിച്ച് അങ്ങ് പോകും. നമുക്ക് ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ സംബന്ധിച്ച് ചിലവർ നന്നായിട്ട് ഉഴപ്പണ ഒരു രീതി ഉണ്ടല്ലോ. പക്ഷേ ഓൺലൈൻ ആണെങ്കിലും നമുക്ക് ഓഫ്ലൈൻ്റെ എഫക്റ്റാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ എക്സാമിനൊക്കെ മാർക്ക് കുറഞ്ഞാലും എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത്, എവിടെയാണ് ക്ലാരിഫിക്കേഷൻ വേണ്ടത്, അതൊക്കെ പറഞ്ഞ് അവർ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികളെ. പിന്നെ +1 ഇപ്പോൾ നല്ല മാർക്കാണ് അവന് കിട്ടിയത് 10നെ അപേക്ഷിച്ചും. ഹായ്, ഞാൻ ആദർശിൻ്റെ ബ്രദറാണ്. ഇപ്പോൾ ആദർശിന് നല്ല മാറ്റമുണ്ട് +1 വന്ന്. പിന്നെ ഇവരുടെ ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ഓൺലൈൻ ക്ലാസ് ആയിരുന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു. ആദ്യമേ എങ്ങനെ വരും, ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ എന്തോരം റിസൾട്ട് വരും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ അത് എല്ലാം ഓവർകം ചെയ്തു. അവർ നന്നായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സും അത്രയും ഇതായിട്ട് അവർ നോക്കുന്നുണ്ട്. പിന്നെ ആളെ സംബന്ധിച്ച് നോക്കുമ്പോഴാണെങ്കിലും ഒത്തിരി പ്രഷർ ഇല്ലാണ്ടാണ് ആൾ പഠിക്കുന്നത്. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ 100% ഈ ക്യൂബിൽ സാറ്റിസ്ഫൈഡ് ആണ്.